പട്ടികയിലേക്കാണ് കേട്ടോ. CC മുകുന്ദൻ ഇത് പുറത്താക്കപ്പെട്ട CPIക്ക് വേണ്ടത് ഇന്നത്തെ ദിവസം തന്നെ. CC മുകുന്ദൻ നഷ്ടമാണോ നോക്കാലോ. 64.8 ഫസ്റ്റ് ക്ലാസ് ഉണ്ട്. CC മുകുന്ദൻ ഈ ഭൂരിപക്ഷം 28,000-ന്റെ ഭൂരിപക്ഷം CPI മണ്ഡലമാണല്ലോ. 28,000 ഭൂരിപക്ഷമുള്ള മണ്ഡലത്തിലാണെന്നുള്ള പ്രശ്നമുണ്ട്. അതെ അതെ 86ാം റാങ്കാണ്. മോശമല്ലാത്ത റാങ്ക് എന്ന് പറയാം. അദ്ദേഹം UDF സ്ഥാനാർത്ഥിയായി വന്നേക്കാന്നുള്ളൊരു പക്ഷേ 28,000 വോട്ട് മറിക്കണം. ആ മണ്ഡലത്തിന്റെ ഇടതു സ്വഭാവമാണ് പ്രധാനപ്പെട്ട കാര്യം. CC മുകുന്ദന് ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിട്ടാണ് അദ്ദേഹം പാർട്ടിയിൽ നിന്ന് പോകുന്നത്. പേയ്മെന്റ് സീറ്റ് എന്ന ആരോപണം 3 തെരഞ്ഞെടുപ്പുകൾ അല്ല 2 തവണ ഗീത മത്സരിക്കുന്ന സമയത്ത് ഒരു തവണ ഇതേ പിന്തുണയുണ്ടായിരുന്നു ജനങ്ങളുടെ. തദ്ദേശത്തിലെ ചിത്രം നോക്കൂ. LDF ആണ് ലീഡ് 5415. ആ മണ്ഡലത്തിന്റെ സ്വഭാവം അങ്ങനെ തന്നെയാണ്. ഇപ്പൊ ആ മണ്ഡലം ഉണ്ടായതിനു ശേഷം മത്സരിച്ചവരിൽ എല്ലാവരുടെയും ആദ്യം 16,000 വോട്ടിന്റെ ഭൂരിപക്ഷമാണെന്നുള്ളൂ ഗീതയ്ക്ക്. രണ്ടാമത് വീണ്ടും 400,000 ഭൂരിപക്ഷം. പിന്നീട് മത്സരിച്ചത് CC മുകുന്ദൻ. 2 തവണ ജയിച്ചതാണ് മണ്ഡലത്തെ. തീരമേഖല ഒരു കമ്മ്യൂണിസ്റ്റ് ബെൽറ്റ് എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന പ്രദേശമാണ് ആ പ്രദേശങ്ങളുടനീളം എല്ലാ മണ്ഡലങ്ങളും. അതെ അതെ. അപ്പോൾ അന്തിക്കാട് ഉൾപ്പെടുന്ന മണ്ഡലം. CC മുകുന്ദന് 86ാം റാങ്ക് അല്ലേ? അതെ.